ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ വളക്കാപ്പ് വ്ളോഗാണിത്. അപ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ് കുറച്ച് കാര്യം പറയണമെന്ന് എനിക്ക് തോന്നി കേട്ടോ. നമ്മുടെ വളക്കാപ്പ് വിശേഷങ്ങളൊക്കെ ആവണേക്കാൾ മുമ്പ് കുഞ്ഞു വ്ളോഗാണ്, കുഞ്ഞൊരു പരിപാടിയായിരുന്നു, ഭയങ്കര ചെറിയൊരു പരിപാടിയായിരുന്നു, എന്നാൽ ഭയങ്കര സന്തോഷമൊക്കെ നിറഞ്ഞ ഒരു പരിപാടിയായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വളക്കാപ്പ് ഫംഗ്ഷൻ വെക്കണം എന്നുള്ളത്. ഞാൻ അംജുക്ക നാട്ടിൽ വന്നപ്പോൾ ഞാനും അംജുക്കയും കൂടി പ്ലാൻ ചെയ്തതാണ് നമുക്ക് 5-ാം മാസം ഇങ്ങനൊരു ഫംഗ്ഷൻ വെക്കാം എന്നൊക്കെ ഉള്ളത്. കാരണം അംജുക്ക ഇങ്ങനെ ഒരു ഡെലിവറി ടൈമിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് നമ്മുടെ ബേബി വരുമ്പോൾ ഒരു മെമ്മറിക്ക് നടത്തുന്ന ഒരു കുഞ്ഞൊരു ഫംഗ്ഷൻ, എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒത്തുകൂടി. കാരണം ഇപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും എല്ലാ ഫാമിലി മെമ്പേഴ്സും നമ്മളിപ്പോൾ എന്താ പറയുക കാണാനുള്ള ആക്സസോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചാലായിരിക്കും എല്ലാവരും കൂടുന്നുണ്ടായിരിക്കും, നമ്മുടെ ഫ്രണ്ട്സ് കൂടുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ കുറച്ച് നേരം വളരെ സന്തോഷമായിട്ടിരിക്കാം, പിന്നീട് ഒരു ഓർമ്മയും കൂടിയൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഫംഗ്ഷൻ വെച്ചത്. അപ്പോൾ എന്നെ ബ്ലെസ് ചെയ്ത്, എന്നെ ഈ 5-ാം മാസം ബ്ലെസ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അതെനിക്ക് എത്രത്തോളം അത് വലുതാണ്, എനിക്കും അംജുക്കാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ്റെ ബേബിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ ഓരോ ബ്ലെസ്സിങ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഓരോ സന്തോഷം ആയിക്കോട്ടെ, ഇപ്പോൾ ഓരോ സന്തോഷമുള്ള കമൻസ് കാണുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയവരും അല്ലെങ്കിൽ കണ്ടവർക്കും അറിയാം, ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കുറേ സ്ട്രെസ്സുകളും എന്താ പറയുക മൊത്തത്തിൽ കുറേ ചിന്തകളൊക്കെ നിറഞ്ഞൊരു ടൈം. ആ സമയത്ത് നിങ്ങളെ നല്ല മെസ്സേജുകളും കമൻസും കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം. അതിൻ്റെ ഒപ്പം തന്നെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നവർക്കും 2 ദിവസമായിട്ട് ഞാൻ ടൂ മച്ച് നെഗറ്റിവിറ്റിയും കാണുന്നുണ്ട്. കളിയാക്കുന്നു, വിമർശിക്കുന്നു, പല 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 സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്നും ഇതെന്തിങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് സെക്ഷൻ മൊത്തം ഉണ്ട്. അത് കാണുമ്പോൾ അത് കാണുമ്പോൾ ഞാൻ പറയുന്നില്ല, പക്ഷേ അവരോട് നന്ദി പറയണം. നിങ്ങൾ ടൈം എടുത്തിട്ട് എന്നെ കുറ്റം പറയാനായിക്കോട്ടെ കളിയാക്കാനായിക്കോട്ടെ നിങ്ങളുടെ സമയം കണ്ടെത്തി ഇതാവണേലും എനിക്ക് നിങ്ങളോടും സ്നേഹം മാത്രമേ ഉള്ളൂ. എന്താ പറയുക, അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് മനസ്സിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കുക, ബ്ലെസ്സിങ്സ് കുറ്റപ്പെടുത്തുവാണെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ബ്ലെസ്സിങ്സ് വെക്കാമെന്ന് മാത്രമുള്ള റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വ്ളോഗ് കാണാം, അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിരിക്കും. കാരണം എനിക്ക് ആ വ്ളോഗ് എടുക്കുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല, ഞാൻ ആരും വ്ളോഗ് എടുക്കാനേ ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത കുഞ്ഞു വീഡിയോസ് മാത്രമായിരിക്കും നമ്മുടെ ഒരു വ്ളോഗിൽ ഉണ്ടായിരിക്കുക കേട്ടോ. നമ്മുടെ ആദ്യത്തെ പാർട്ട് ഞാൻ 2 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വളക്കാപ്പിൻ്റെ. അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കട്ടോ. നമ്മുടെ മേക്കപ്പും സാധനങ്ങളൊക്കെ ആയിരുന്നു. അതിൽ ഞാൻ പറയുന്നുണ്ട് എൻ്റെ മുഖം എന്താ ഭയങ്കര ഡള്ളായിട്ടിരിക്കണേ എന്നുള്ളത്. കാരണം ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ഔട്ടായി, ലോ പ്രഷറായിട്ടൊന്ന് തല കറങ്ങി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സീൻ ഉണ്ടായിരുന്നു നമ്മൾ ഈ സാരി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ആലോചിക്കാമല്ലോ, ബോഡി ഭയങ്കര വീക്കാണ്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും അംജുക്ക് ഇല്ലാത്തതിൻ്റെ ഭയങ്കരമായിട്ടുള്ള മിസ്സിങ്ങും അവൻ്റെ വിഷമം കാണുമ്പോഴുള്ള ഒരു സംഭവം എല്ലാം കൂടി ഉണ്ടായിരുന്നു. അതാണ് ആ മുഖത്തോടുള്ള ചെറിയൊരു ടെൻഷൻ. ഹില റെഡിയായി. ഹില ലോ പ്രഷറായിട്ടൊന്ന് തല കറങ്ങിയിരിക്കുകയായിരുന്നു. കുറച്ച് നേരം ഫോട്ടോസ് എടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഞാൻ വീക്കായ കാരണം അവരും നിർബന്ധിച്ചില്ല ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ. ആകെ 2-3 ക്ലിക്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൾറെഡി ലേറ്റുമാണ്. അതുമാത്രമല്ല ഞാൻ അത്ര ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ചിരിച്ചോ?
ഈ വളകാപ്പ് ചടങ്ങ് ഒരു കുടുംബത്തിന്റെ ആവേശത്തെയും മാതൃത്വത്തിന്റെ മഹത്വത്തെയും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ദിവ്യമായ അത്ഭുതമാണ്. A warm-hearted welcome to each and every one of you gathered here today for this beautiful and divine occasion of our divine and dear Hila's വളകാപ്പ് ceremony. അങ്ങനെ നമ്മുടെ പരിപാടി തുടങ്ങുകയായി. നമുക്ക് എന്താ പറയുക, ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അത്രയും ഫാമിലിയും അത്രയും ഇൻറ്റിമേറ്റ് റിലേറ്റീവ്സും പിന്നെ ഫ്രണ്ട്സും മാത്രമുള്ളൊരു കുഞ്ഞു പരിപാടിയായിരുന്നു. അപ്പോൾ പപ്പ, മമ്മി, അഫ്സു, ഉമ്മ ഇത്രയും പേര് കൂടി എനിക്ക് പൂക്കളൊക്കെ തന്ന് കുറച്ച് ഗിഫ്റ്റൊക്കെ തന്ന് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ 2 ഉമ്മമാർ കൂടിയിട്ട് എനിക്ക് പൂമാല ഇട്ടെന്ന് അവിടെ നിന്നാണ് നമ്മൾ ഒരു പാണ്ടിപാടിയുടെ തുടക്കം ഇതാക്കിയത് കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായി. 2 ഉമ്മമാരും കൂടി എനിക്ക് പൂമാലൊക്കെ ഇട്ടെന്ന് അങ്ങനെ ഒരു പരിപാടി തുടങ്ങുന്നത് അത് ഭയങ്കര എനിക്കൊരു ഇഷ്ടമുള്ളൊരു കാര്യമായി. ഫസ്റ്റ് നമ്മളെല്ലാവരും കൂടെ നമ്മുടെ ഫാമിലി ഫോട്ടോ ആട്ടോ നമ്മളെടുത്തത്. ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ ഇനിയാണ് നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻസിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് ഗെയിംസൊക്കെ സത്യം പറഞ്ഞാൽ ഈവൻ വടം വലി, ഡാൻസ്, എന്തിനു പറയണം, പിന്നെ കുഞ്ഞു കുഞ്ഞു ഗെയിംസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചത് അവിടെ കൂടിയ എല്ലാവരും എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സൊക്കെയാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് തീരെ വയ്യ, ഒട്ടും നിനക്ക് റെസ്റ്റാണ് ഏറ്റവും അത്യാവശ്യം, ഇത്രയും പെട്ടെന്ന് നമ്മളിപ്പോൾ എല്ലാവരും സന്തോഷത്തിന് വേണ്ടി കൂടി കാര്യങ്ങളൊക്കെ ആക്കി നമ്മൾക്ക് വേറെ ആരും കാണിക്കാനതൊന്നും ഇല്ലല്ലോ, നമ്മുടെ സന്തോഷം. പക്ഷേ നിൻ്റെ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് പരിപാടി പെട്ടെന്ന് നമുക്ക് എൻഡ് ചെയ്യിപ്പിക്കാൻ നോക്കണം, കാരണം നീ പോയി കിടക്കണം, റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചു കേട്ടോ. നമ്മൾ ഫങ്ഷൻസും ഇതൊക്കെ മാത്രമാക്കി. പപ്പയും മമ്മിയും വന്നിരുന്നിട്ട് ഞാൻ പപ്പാക്കും മമ്മിക്കും മൈലാഞ്ചിയുടെ ഒക്കെ ഓരോന്നും കാണിച്ചു കൊടുക്കുമായിരുന്നു, ആ സ്റ്റെയിൻ വന്നതും കാര്യങ്ങളൊക്കെ. പപ്പ ഇടയിൽ ഇങ്ങനെ ഓരോ തമാശയൊക്കെ പറയുന്നുണ്ട് കേട്ടോ, എന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. പപ്പ ഇങ്ങനെ ഓരോ കോമഡീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് പപ്പ ഓരോ കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളോട് പറഞ്ഞ് ഫോട്ടോക്ക് പോസ് ചെയ്യൂ, ചിരിക്കൂ, അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോക്ക് പോസ് ചെയ്യില്ല കേട്ടോ. അത് പണ്ടൊട്ടേ അതെ. അവർ ചിരിക്കാൻ പറയുമ്പോൾ എനിക്ക് കരയാൻ തോന്നും, അവർക്ക് അറിയാൻ തോന്നും, എനിക്ക് ചിരിക്കാൻ തോന്നും. അതാണ് എനിക്ക് ഉള്ളത്. പിന്നെ ഞാനും മമ്മിയും പപ്പിയൊക്കെ ഇടയിൽ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്തൊക്കെയോ തമാശയും കോമഡി അടിക്കുന്നുണ്ട്, എന്താണെന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്തൊക്കെയോ കാര്യമായിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വളകളിട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ വള ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളയിടുന്നത് പപ്പയും മമ്മിയാണ് വളയിടുന്നത് കേട്ടോ. അങ്ങനെ കുപ്പിവള കയ്യിലിടുക, ഇതാണല്ലോ വളക്കാപ്പ് എന്ന് പറയുന്നത്. നമ്മളെ വളയിടുന്നതാണല്ലോ മെയിനായിട്ട് സാധനം. പിന്നെ ഈ വളക്കാപ്പ് കുറേ പേരെന്നോട് പറഞ്ഞു, ഇതൊരു ഹിന്ദു ട്രഡീഷനല്ലേ, അതല്ലേ ഇതല്ലേ, നിങ്ങളെന്താ ചെയ്യണമെന്ന്. ആക്ച്വലി നിങ്ങൾക്കിതിൻ്റെ അറിയുന്നെങ്കിൽ ഇതൊരു തമിഴ്നാട്ടിലുള്ള മുമ്പ് വന്നൊരു സംഭവം. തമിഴ്നാട്ടിലാണ് ഇത് ആഘോഷിക്കുന്നത്. അവിടെ ഹിന്ദുസിനില്ല, ക്രിസ്ത്യൻസിനില്ല, മുസ്ലിംസിനില്ല, എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒന്നാണ് ഈ വളക്കാപ്പ് എന്ന് പറയുന്നത്. നമ്മളെ കേരളത്തിൽ ഇങ്ങനെ സംഭവമേ ഉണ്ടായിരുന്നില്ല. നമ്മളുടെ മുമ്പ് എന്തായിരുന്നു ട്രെൻഡ് ഉണ്ടായിരുന്നത്? ബേബി ഷവറായിരുന്നു. പിന്നെ ആ ട്രെൻഡ് വന്നപ്പോൾ എല്ലാവരും ബേബി ഷവറായി. ഇപ്പം എല്ലാവരും വളക്കാപ്പായി നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നത്. നിങ്ങൾ കറുത്തോണ്ട്
പിന്നെ അതുമാത്രമല്ല വളക്കാപ്പ് പാലക്കാട് പണ്ട് തൊട്ടേ എല്ലാവരും ഇപ്പോൾ നമ്മുടെ മുസ്ലിംസിലായിക്കോട്ടെ ഹിന്ദുസിലായിക്കോട്ടെ എല്ലാവരും നമ്മുടെ പാലക്കാടുള്ളവർ ആഘോഷിക്കുന്ന ഒന്നാണ്. 5-ാം മാസം ആഘോഷിക്കും, 7-ാം മാസം ആഘോഷിക്കും. 5-ാം മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺ വീട്ടിൽ സ്വീറ്റ്സ് ചെക്കൻ്റെ വീട്ടുകാർ കൊണ്ടുവന്ന് അങ്ങനെ ഒരു കുഞ്ഞൊരു ആഘോഷമാണ് 5-ാം മാസത്തിൽ നടക്കുന്നത്. എല്ലാവരും ഒത്തുകൂടി ഒരു ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു 7-ാം മാസവും ഉണ്ട്. ആ 7-ാം മാസം എന്ന് പറയുമ്പോൾ ചെക്കൻ്റെ വീട്ടിൽ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ പല നാട്ടിലും പല സ്ഥലങ്ങളിലും പല ഏരിയാസിലും പല പല രീതിക്കാണ് പല പല കാര്യങ്ങളുള്ളത്. ചില സ്ഥലങ്ങളിലുള്ളതൊന്നും എനിക്ക് അറിയ പോലുമല്ലോ ഇങ്ങനെ ഉണ്ടോ എന്ന് തോന്നിക്കില്ലേ. അപ്പോൾ അങ്ങനെ ഒന്നാണ്. എനിക്കെന്തായാലും ഈ ഒരു വളക്കാപ്പ് എന്ന് പറയണത് എനിക്കൊരു ഓർമ്മ മാത്രമാണ്. ഒരു ഫങ്ഷൻ, ഒരു ചെറിയൊരു ഫങ്ഷൻ അല്ലാണ്ട് ചടങ്ങ് അങ്ങനെയൊന്നും അല്ല ഞാൻ വിചാരിച്ചിരിക്കുന്നത്. നാളെ ഒരു ദിവസം എനിക്കും അംജുക്കാക്കും ഞങ്ങളുടെ ബേബിക്കും കാണുമ്പോൾ ഒരു സന്തോഷം, ഒരു ഓർമ്മ, അത്ര മാത്രമേ ഒരു ഇതിനെ പറ്റിയിട്ട് ഞങ്ങൾക്കുള്ളൂ. പിന്നെ വളക്കാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കില്ലേ, ഇന്ന രീതി വേണം, ഇന്ന രീതി ഡ്രസ്സ് ഇടണം, ഇന്ന കാര്യങ്ങൾ ഇടണം. ഇതിപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളെ കമൻസ് നോക്കിയ കാരണം വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താ സാരി എടുത്തിട്ട് സാരി എടുത്താൽ പൊട്ട് തൊടണം എന്നുള്ള നിയമം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് അറിയണത് കേട്ടോ. സാരി എടുത്ത് കഴിഞ്ഞാൽ പൊട്ട് തൊടണം എന്നുള്ളത്. എനിക്ക് പൊട്ട് തൊടണ്ട, നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ ഡ്രസ്സ് ചെയ്യാനും കാര്യങ്ങളും ആഗ്രഹം. എനിക്ക് ഈ ഒരു സാരി എടുക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്, ഈ രീതി നടത്തണം. ഇനി നമ്മുടെ അഫ്സു വന്ന് എനിക്ക് ചന്ദനം തേച്ചരാൻ, അവൻ വളമൊക്കെ ഇട്ടെന്ന് ചന്ദനം തേച്ച് തരാൻ വന്ന് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. എന്താ പപ്പയും മമ്മിയും വീഡിയോസ് കാണാത്ത, നമ്മളിപ്പോൾ എന്നെ കാണാൻ വരുമ്പോൾ നോർമലായിട്ട് കാണാൻ വരുന്നൊന്നും എനിക്ക് വീഡിയോസ് എല്ലാം നമ്മൾ വ്ളോഗായിട്ട് ഇടുന്നില്ല. കാരണം അവർ കാണാൻ വരുന്ന മൊമെൻറ്റ്സ് എനിക്കിത് ചെറിഷ് ചെയ്യണം. അതെന്താണ് എല്ലാവർക്കും അത്രയും ഇതുണ്ടായിരുന്നു, എന്താ ഇതുവരെ പപ്പയും മമ്മിയും കാണാൻ വന്നില്ല, ഇത് വരാതിരിക്കുമോ? എൻ്റെ അംജുക്കാടെയും ഒക്കെ ഇതിൽ പപ്പയും മമ്മിയും വരാതിരിക്കുമോ? എന്താ അങ്ങനെ ചോദിച്ചതെന്നൊന്നും അറിയില്ല. ഞങ്ങൾ എല്ലാവർക്കും ഒരുപോലെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ. എനിക്കതൊക്കെ ഭയങ്കര അത്ഭുതം ഉണ്ടാക്കിയ കാര്യങ്ങളാട്ടോ. അങ്ങനെ ഞാനും അഫ്സും കൂടി കുറേ ഫോട്ടോസും ഇതെൻ്റെ അടുത്ത ബ്രദേഴ്സാണ്. അഫ്സു കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ ബ്രദേഴ്സിനെ ആട്ടോ വിളിച്ചത്. അപ്പോൾ അഫ്സു കഴിഞ്ഞിട്ട് പിന്നെ താരിക്കയും ആദിലുമാണ് എന്താ പറയുന്നത് എൻ്റെ ബ്രദേഴ്സ്. അപ്പോൾ അവരിതേ വന്ന് എനിക്ക് സ്വീറ്റ്സൊക്കെ വെച്ച് തരികയാണ്. അവരിങ്ങനെ അപ്പുറത്തൊക്കെ ഇരുന്നിട്ട് ഓരോ തമാശയൊക്കെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഇരുന്ന് കോമഡീസ് അടിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുമായിരുന്നു എനിക്ക് ലഡു അധികം തരണ്ട, കാരണം പൊതുവേ എനിക്ക് മധുരം തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് മധുരം ഇഷ്ടമില്ല എന്ന് മാത്രമേ എനിക്ക് മട്ടിപ്പ് വരും, ഞാൻ കിറുങ്ങും മധുരം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിപ്പോൾ കൂളിംഗ് ഗ്ലാസ് ആയിരുന്നോ, കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഞാൻ മേടിച്ച് ഇട്ടിട്ടുണ്ട് ആ സമയത്ത്. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എന്തൊക്കെയോ തമാശയും കോമഡിയൊക്കെ ഇരുന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഞാൻ പൊട്ടിച്ചിരിക്കാതിരിക്കും പോയത് ചിരിക്കും. അപ്പോൾ ഇവരൊക്കെ ചിരിക്കും. പിന്നെ അതേ നമ്മൾ 3 ബ്രദേഴ്സും കൂടി ഒരുമിച്ച് ഫോട്ടോ എടുത്തു. ഞങ്ങൾ ഇത്രയും എൻ്റെ ബ്രദേഴ്സാണ് ഉണ്ടായിരുന്നത്. അഫ്സു ആദ്യം അരിക്കുക, ഞങ്ങൾ 3 പേരിട്ട്. പിന്നെ അഫ്സു ആദ്യത്തെ സെറ്റിൽ വള ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നില്ല, അവൻ സ്പീച്ച് വന്നിട്ട് പോയി ചെയ്തില്ല. അപ്പോൾ എനിക്ക് വളയും കാര്യങ്ങളൊക്കെ വീണ്ടും എനിക്ക് ഒന്നും കൂടിയിട്ട്. പിന്നെ നമ്മൾ വിളിച്ചിരുന്നത് സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ വിളിച്ചിരുന്നത്. സീനിയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മയുടെ മൂത്ത സിസ്റ്റർ തൊട്ടിട്ടാണ് നമ്മൾ പിന്നെ കോൾ ചെയ്തിരുന്നതാണ് ഉമ്മയുടെ മൂത്ത സിസ്റ്റർ കേട്ടോ. അപ്പം മൂത്തുമ്മ വന്ന് പിന്നെ ഇപ്പം മൂത്താപ്പ് വരും. അയ്യോ നമ്മുടെ ഫങ്ഷൻ കഴിഞ്ഞ് എനിക്ക് വയ്യാതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യാതായി. അപ്പോൾ ഡ്രസ്സൊക്കെ ഊരി ഇവിടെ നമ്മളെ റിസോർട്ടിൽ തന്നെ റൂം എടുത്തിട്ടില്ല, കുറച്ച് നേരം അവിടെ കിടക്കാൻ പറഞ്ഞിട്ട് ഇതാക്കി. സാധനം കൂരിയപ്പോൾ തന്നെ സുഖമായി. ഫങ്ഷനൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞ്, കുഞ്ഞു ഫങ്ഷനായിരുന്നു പക്ഷെ നല്ല രീതിക്ക് കഴിഞ്ഞ്. ഇപ്പോഴേ റെസ്റ്റ് എടുക്കുവാണ്. നമ്മുടെ പരിപാടിയുടെ തുടക്കം അവസാനവും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പക്ഷേ ഇതെല്ലാം നമ്മുടെ ശരിക്കുള്ള മെയിൻ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ വീഡിയോ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ വരും. അതെല്ലാ പരിപാടികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വരും. ഇത് ജസ്റ്റ് എൻ്റെ ഫോണിലെടുത്ത് കുറച്ച് അവിടുന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ എടുത്ത് കുറച്ച് റാൻഡം വീഡിയോസ് മാത്രമാണ് കേട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇതിലും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവരതൊക്കെ വീഡിയോസൊക്കെ ഇനി വരും കേട്ടോ. ഇനി
സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇട്ടിട്ടാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം ഞങ്ങൾ രാത്രി വരെ കുന്നത്തുർമനയിലുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടി. അപ്പോൾ കുറേ വിശേഷവും കളിയും ചിരിയും ഒക്കെ ആയിട്ട് പപ്പ മമ്മി ഞാനും എൻ്റെ വീട്ടുകാരൊക്കെ കൂടി ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞ് സമയം പോയത് അറിയില്ല. പിന്നെ മഴയൊക്കെ ഉള്ള കാരണം നല്ല പഴംപൊരിയും ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ. പിന്നെ കുറേ സ്വീറ്റ്സും പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ ഭാഗം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടുപോകാനുള്ളത്. നമ്മളെല്ലാം തിരിച്ചിട്ടോ. പിന്നെ നമ്മുടെ അമ്മു വന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മുവിനുള്ള ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉമ്മയും അഫ്സും കൂടി അവിടെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മു എന്താ വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാവും അടുത്തത്. എന്തുകൊണ്ട് നാത്തൂൻ വന്നില്ല? നാത്തൂൻ എന്നെ പോലെ കാര്യങ്ങളാണ്. നാത്തൂനും പ്രഗ്നൻ്റ് ആണ്. അവൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അത്രയും ദൂരം. അതുകൊണ്ടാണ് അമ്മു വരാതിരുന്നത്. അപ്പോൾ അമ്മുവിനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞി പരിപാടി എന്ന് പറയുന്നത്.